ഇന്നിപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കാണ് നമ്മൾ രാവിലെ പോകുക. കാരണം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നിയമസഭയിലുണ്ട്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ വർഷത്തെ നയം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ സംബന്ധിച്ച നയങ്ങളിൽ ഊന്നിയായിരിക്കും പ്രസംഗം. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. വയോജന വകുപ്പ് രൂപീകരിച്ചതടക്കമുള്ള പ്രഖ്യാപനങ്ങൾക്കായിരിക്കും ഊന്നലുണ്ടാവുക. തിരുവനന്തപുരത്തേക്ക് പോകാം. സെയ്ഫ് സീൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനൊരു നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിലെ നയപ്രഖ്യാപന പ്രസംഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്. കാരണം പലതരത്തിൽ വിവാദമായ കാര്യങ്ങളൊക്കെ നമ്മൾ നിയമസഭയിലേക്ക് കണ്ടു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. അവിടെ കൊമ്പ് കോർക്കാനുള്ള സാധ്യതകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം സെയ്ഫ്? ജിൽസി ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ വന്നപ്പോൾ മുതൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്താണ് അതിന് ഏറ്റവും നല്ല ഓർമ്മയുള്ളത്. കാരണം അദ്ദേഹം പ്രസംഗിക്കുമോ എന്നുള്ള ചോദ്യം പോലും ഉയർന്നു വന്ന സമയമുണ്ട്. പ്രസംഗത്തിൻ്റെ തലേ ദിവസം വരെ അതിന് അംഗീകാരം നൽകാതെ ഇരുന്നിട്ട് അതിനുശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്ന് ആദ്യത്തെ ഒരു പാരഗ്രാഫും അവസാനത്തെ ഒരു പാരഗ്രാഫും വായിച്ച് 5 മിനിറ്റ് കൊണ്ട് 3-4 മിനിറ്റ് കൊണ്ട് ആ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ നയപ്രഖ്യാപനം. ഇത് സംഭവ ബഹുലമാകാനുള്ള സാധ്യത കുറവാണ്. പ്രഖ്യാപനങ്ങൾ കൊണ്ട് സംഭവ ബഹുലമായിരിക്കും, വിവാദങ്ങൾ കൊണ്ട് സംഭവ ബഹുലമാകാനുള്ള സാധ്യത കുറവാണ് ജിൽസി. എന്തായാലും ഒരു വർഷത്തെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ്. അത് ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. ഒരു പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ നയം തീരുമാനിക്കുക, നയം പ്രഖ്യാപിക്കുക. ഒരു വർഷത്തെ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാ ഗ്യാരണ്ടികൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞാൽ 6 ഗ്യാരണ്ടികൾ ഉണ്ട്. അതിൽ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ എടുത്തിട്ടുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര, വയോജന വകുപ്പ് രൂപീകരിക്കും എന്നുള്ള പ്രഖ്യാപനം. പിന്നീട് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നുള്ളതാണ് മറ്റൊരു ഗ്യാരണ്ടി. എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, അതാണ് മറ്റൊരു ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം നൽകുക എന്നുള്ളത് മറ്റൊരു ഗ്യാരണ്ടി. യുവജനങ്ങൾക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി നൽകും എന്നുള്ളത് മറ്റൊരു ഗ്യാരണ്ടി. അങ്ങനെ 6 ഗ്യാരണ്ടികൾ. ഈ ഗ്യാരണ്ടികൾ ഊന്നി തന്നെയായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നടക്കാൻ പോകുന്നത്. പിന്നീട് കേരളം ഉറ്റുനോക്കുന്ന, പ്രതിപക്ഷമടക്കം ഉറ്റുനോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ദേശീയപാത വികസനം അത് ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണ്? വയനാട് തുരങ്കവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷേ പണി തുടങ്ങിക്കഴിഞ്ഞു. അതിനോടുള്ള സർക്കാരിൻ്റെ നയം എന്താണ്? വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി സർക്കാർ എത്ര രൂപ മാറ്റിവെക്കുന്നു? ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും സർക്കാരിൻ്റെ കാഴ്ചപ്പാട്? ധനകാര്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നയം എന്തായിരിക്കും? അതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത് ജിൽസി. കാരണം എല്ലാ നയപ്രഖ്യാപനത്തിലും, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ എല്ലാ നയപ്രഖ്യാപനത്തിലും 1-2 പാരഗ്രാഫ് കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കുന്നില്ല, കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണ്, കേന്ദ്രം ആവശ്യമായി പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിന് വേണ്ടി നടത്തുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ സർക്കാരാണ് വരുന്നത്, പുതിയ നയമാണ്. ആ പുതിയ നയത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് കൗതുകകരമായ ചോദ്യം. ഇപ്പോൾ വി.ഡി. സതീശൻ ധനകാര്യമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ധനകാര്യ സ്ഥിതി മോശമാണ് എന്ന് വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷവും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ധനകാര്യ വകുപ്പ് അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പണമില്ലാത്ത ഖജനാവാണ് എന്ന് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുക? കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയാണോ അതോ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഉൾപ്പെടുത്തുകയാണോ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരുപാട് കൗതുകകരമായ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊപ്പം തന്നെ ഈ വി.ഡി. സതീശൻ സർക്കാരിനെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാനാണ് അവരുടെ നയം എന്നുള്ള കാര്യം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാജേന്ദ്ര അർലേക്കർ പ്രഖ്യാപിക്കും. രാവിലെ 8:55 അദ്ദേഹം ഞാൻ നിൽക്കുന്ന നിയമസഭയുടെ താഴത്തെ ഫ്ലോറിന് മുന്നിൽ എത്തും. അവിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്ന് മൂവരും ചേർന്നായിരിക്കും ഗവർണറെ സ്വീകരിക്കുന്നത്. തുടർന്ന് നയപ്രഖ്യാപനം. കഴിഞ്ഞ തവണയൊക്കെ 2 മണിക്കൂർ 10 മിനിറ്റൊക്കെയാണ് നീണ്ടുപോയത്. അത്രയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും 9 മണിയോടുകൂടിയായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയം പ്രഖ്യാപിക്കുന്നത് ജിൽസി.
യെസ് സൈഫ, എന്തായാലും 9 മണിയോടുകൂടെ നിയമസഭയിലേക്ക് ഗവർണർ എത്തും. പിന്നീട് നയപ്രഖ്യാപനത്തിലേക്ക് കടക്കും. അടുത്ത 5 വർഷത്തെ ഒരു നയം എങ്ങനെയായിരിക്കും UDF സർക്കാർ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള നയപ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഭരണം ഉണ്ടാവുക? ഏത് രീതിയിലാണ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തായാലും കാണാൻ ഉറ്റുനോക്കുന്നത്.